പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാൻ കൊമ്പിൽ. അമ്മാമേ, അമ്മാമേ. മോളെ അല്ലി, ശ്രീദേവി, ഇതാരൊക്കെയാ വന്നിരിക്കണേ നോക്കിയേ. കൽക്കട്ട പോയതിനു ശേഷം നകുലേട്ടനാകെ അങ്ങ് കരിക്കട്ട പോലെയായി. അമ്മാമേ, അമ്മാമയെ കിടലം കൊള്ളിക്കുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമടുക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്താ അമ്മാമേ, ഞാൻ ഇനി കൽക്കട്ടയിലേക്ക് പോകുന്നില്ല. നന്നായി, ഇനി എല്ലാവർക്കും പട്ടിണി കിടന്ന് ചാകാം. മാടമ്പിള്ളിയിൽ താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ തെക്കിനി തുറക്കരുത്. അതെന്താ? പട്ടിണി കിടന്ന് മരിച്ച ദുരാത്മാക്കൾ തളർന്നുറങ്ങുന്ന സ്ഥലമാ തെക്കിനി. നമ്മളായിട്ടെന്തിനാ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അത്താഴമില്ലാന്ന് പറയണേ. കുട്ടികൾ പെട്ടിയെടുത്ത് അകത്ത് വെക്കുക. നകുലേട്ടനല്ലേ പറഞ്ഞത് ഇവിടെ അമൂല്യങ്ങളായ രത്നങ്ങളുണ്ടെന്ന്? എന്നിട്ടിപ്പോ അമ്മാവും പറയുന്നു തെക്കിനി തുറക്കരുതെന്ന്. എടി മണ്ടിപ്പെണ്ണെ, തെക്കിനി തുറക്കരുതെന്ന് പറയുന്നത് അമ്മാവന്റെ ഒരു ടെക്നിക്കല്ലേ? ആണോ? അതുകൊണ്ട് ഈ തറവാട്ടിലെ എല്ലാ തെക്കിനെയും നീ തുറക്കണം. അതിന് താക്കോല് വേണ്ടേ? എടി, അതിനു വേണ്ടിയല്ലേ ഞാൻ ചന്തുവിനെ വിട്ട് തെക്കിനിയുടെ താക്കോല് തന്നെ പണിയിപ്പിച്ചത്. ഇന്നാ കൊണ്ടുപോയി തുറക്ക്. ചന്തു, തെക്കിനി ആരോ തുറന്നിരിക്കണു. ഇവിടെ ഈ അനർത്ഥങ്ങൾ നടന്ന വിവരം എത്രയും പെട്ടെന്ന് ബ്രഹ്മദത്തൻ തിരുമേനി അറിയിക്ക. കാട്ടുപറമ്പനെ ഞാൻ കാണാനിരിക്കയായിരുന്നു. കണ്ടോളൂ കണ്ടോളൂ, നന്നായിട്ട് കണ്ടോളൂ. എടോ കാട്ടുപറമ്പൻ, തെക്കിനി ആരോ തുറന്നിരിക്കണു. അനർത്ഥങ്ങൾ തുടങ്ങി. താൻ എത്രയും പെട്ടെന്ന് ഈ ചരടൊന്ന് ജപിച്ചു തരിക. ഇത് ചെറുത്, 4 മീറ്റർ വീതിയും 10 മീറ്റർ നീളമുള്ള ഇതിനെക്കാട്ടും മുട്ടക്കാട്ടിനൊരു ചരടല്ലേ നമ്മൾ ആരെ കെട്ടിക്കൊണ്ട് നടക്കുന്നത്? താനെന്തിനാണോ ചരട് കെട്ടിയിരിക്കണേ? ഏടോ, ഇതൊക്കെ വലിയ നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാം ഈ ചാത്തമാരുടെ കളിയല്ലേ. ഏടോ മേനെ, ആ ചെറിയ സകടിങ് എടുത്തോളൂ, ഇപ്പൊ ശരിയാക്കി തരാട്ടോ. അത് തന്നെയാണോ ചോദിക്കുന്നത്? ആരത്? നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിച്ചു നീ ആരാണെന്ന്. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞു തരാം നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഞാൻ താൻ ശങ്കരൻ തമ്പി. നീ ആരാടി? ഇല്ലടി, തുറക്കൂലടി പട്ടി. ഞാൻ കഥ പറഞ്ഞിട്ട് നിന്റെ ദ്രംശങ്ങൾ വെച്ചിട്ട് എന്റെ തൊണ്ടക്കുഴി കുസ്തി ഇറക്കി ചോര കുടിക്കാനല്ലടി മോളെ. തുറക്കൂലടി കള്ള നായിന്റെ മോളെ. എടാ കള്ള തമ്പി, നീ ഒരു കാലത്ത് ഗുണം പിടിക്കരുതാ. നീ എന്നെ കൊല്ലിക്കാൻ കൊണ്ടുവിട്ടാണല്ലടാ പട്ടി ചേച്ചൻ. എന്താണോ അമ്മാവാ, കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. സാരിക്ക് തീ പിടിക്കുന്നു, ക്ലോക്ക് താഴെ വീഴുന്നു, തലയുടെ മുകളിൽ കൂടെ കിണ്ടി പറക്കുന്നു. അങ്ങനെ എടോ, താനും തന്റെ പരിഷ്കാരി പെണ്ണും കൂടെ കാട്ടിക്കൂട്ടിയ തോന്നിവാസം മുഴുവനും ഇപ്പൊ നാട്ടുകാരുടെ മൊബൈലിലുണ്ട്. അമ്മാമേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അത്? ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? താനെന്താ ഉദ്ദേശിക്കണെന്നൊന്ന് തെളിച്ചു പറയണോ? അമ്മാമേ, ശ്രീദേവിക്ക് ഭ്രാന്താണ്, ഭ്രാന്ത്. എന്താ താനീ പറയണേ? എന്റെ ശ്രീദേവിക്ക് ഭ്രാന്തോ? അമ്മാമ ഇനി ഒന്നും പറയണ്ട. അതിനുള്ള പ്രതിവിധിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ത് പ്രതിവിധി? അമേരിക്കയിലുള്ള എന്റെ ഫ്രണ്ട് സണ്ണി ഇന്ന് ഇവിടെ എത്തും. സണ്ണി വന്നു കഴിഞ്ഞാൽ ശ്രീദേവിയുടെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഭ്രാന്ത് മാറ്റും. ഇനി വരണതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിക്കുക.